ഹായ്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് PT ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ പോയി ഒന്ന് ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഉച്ചയായി. ഉച്ചയ്ക്ക് നേരെ പോയി മീൽസ് കഴിച്ച് പിന്നെ ആക്റ്റീവായിക്ക് വേണ്ടി നമ്മൾ സർട്ടിഫിക്കേഷൻ കോഴ്സ് ചെയ്യുമല്ലേ. അപ്പോൾ കുറേ പഠിക്കാനുണ്ട്. നോളജ് ഈസ് പവർ, അതാണ് നമ്മൾ മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് തന്നെ നമ്മുടെ ക്ലയൻസിനെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. PT സെഷനെല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല റെസ്റ്റ് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. അങ്ങനെ നമ്മൾ വർക്കൗട്ടിന് ഇറങ്ങിയേ. ഫുൾ ബോഡി വർക്കൗട്ടായിരുന്നു നമ്മൾ ചെയ്തത്. കാരണം ഡെയിലി നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ്. അപ്പോഴത്തേന് ക്ലോസിങ് ടൈമായി. നമ്മളിപ്പോൾ കുറച്ച് വർക്കൗട്ടേ ഉള്ളായിരുന്നേ. അപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ട് പോകാമെന്ന് കരുതി. ബാക്കി എല്ലാവരും അപ്പോഴത്തേന് യാത്ര പറഞ്ഞ് പോയേ. അങ്ങനെ വെയിറ്റ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഷാഡോ ബോക്സിങ് കൂടി ചെയ്തേ. കുഴപ്പമില്ല, പഞ്ചസ് എറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ വെയിറ്റ് ട്രെയിനിങ് ചെയ്തതിൻ്റെ ആ ഒരു കുറച്ച് ഇച്ചിരി സ്ലോ ആയിരിക്കും പഞ്ചസ് വരുന്നത്. ഗാർഡൊക്കെ വെക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്താലൊക്കെ സെറ്റ് ആകത്തുള്ളേ. ശേഷം കുറച്ച് ഹാൻഡ് സ്റ്റാൻഡും ട്രൈ ചെയ്ത് നോക്കിയേ. സ്റ്റാൻഡിങ് നിൽക്കാൻ പാടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ വാക്ക് ചെയ്ത് നോക്കി. അപ്പോൾ നമ്മൾ എന്ത് കാര്യവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്താലേ അതിൽ നല്ല റിസൾട്ട് കിട്ടത്തുള്ളേ. ഹാൻഡ് സ്റ്റാൻഡൊക്കെ ഞാൻ നല്ല കണക്ക് നിൽക്കുന്നതാണ്, എല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോഴും വീണ്ടും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പോകുന്നുണ്ട്. കാരണം അത് സ്ഥിരതയോടെ ചെയ്താലേ നല്ല റിസൾട്ട് കിട്ടത്തുള്ളേ. അങ്ങനെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക, വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞ് വർക്കൗട്ട് ചെയ്യാതിരിക്കരുത്. അതിന് ഒരു ഫീലിംഗ്, സന്തോഷം വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒന്ന് ബാക്ക് ഫ്ലിപ്പ് അടിച്ച് നോക്കി. അതും സ്റ്റാൻഡ്സ് കിട്ടിയില്ല. അതും സ്ഥിരത ഇല്ലാത്തതുകൊണ്ടാണ് കിട്ടാത്തത് കേട്ടോ. അങ്ങനെ വർക്കൗട്ടിന് ശേഷം ഒരു ഷവർമ. ഞാനും അനന്ത്, ഫൈസ്, മുബഷീർ എല്ലാവരും ഉണ്ടായിരുന്നേ. ഞങ്ങൾ വർക്കൗട്ടും കഴിഞ്ഞ് നേരെ ഷവർമ. അപ്പോൾ എല്ലാവരും സ്റ്റേ ഫിറ്റ്.